ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. ആരാ ശ്രുതി? ആരാ നോക്കട്ടെ. പായ വിധി കിടക്കാം. ഹലോ ഹലോ, എന്ത് വർത്താനം പറയുന്നത്? പായ വിധി കിടക്കാം. ഒരു പെൺകുട്ടി വിളിച്ചിട്ട് തീർച്ചയാണോ മാന്യമായിട്ട് സംസാരിക്കണോ? പായ വിധി കിടക്കാം. അതിപ്പോ വാങ്ങിക്കുന്നീ കേട്ടാ, സത്യം ആരായാലും ശരി തന്നെ കൊടുക്കട്ടെ പറഞ്ഞോ. അതിപ്പോ എപ്പോഴേ കൊടുക്കേണ്ട സമയം കഴിഞ്ഞില്ല. കയ്യും കെട്ടി വലിയ മാന്യന്റെ വേഷത്തിൽ ഒന്ന് തോന്നിയ ദിവസം പറയുന്നു. പായ വിധി കിടക്കാം. ഇവിടെ അടിമേടിക്കും കേട്ടോ. നീ ഇങ്ങനെ സംസാരിച്ച് അടിമേടിക്കും കേട്ടോ. ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോ ഇങ്ങനെ പറയണേ. ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ ഇവിടെ പറയണ്ട. അത് തന്റെ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കാൻ സംസാരിച്ചാൽ മതി. മനസ്സിലായോ? കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം സുഹൃത്തേ. പായ വിധി കിടക്ക അങ്ങനെ എല്ലാ സാധനങ്ങളും കച്ചവടം ചെയ്യണ ഒരാളാണ്. കച്ചവടക്കാരനാണോ? അത് പറയണ്ടേ. താൻ പറഞ്ഞ തന്റെ ആ ടോണില്ലേ, അത് മാറിപ്പോയി. ടോണിന് എന്തോ ഒരു വ്യത്യാസം. നല്ലതാ, ടോൺ നല്ലതാ. ഓക്കെ വാ ചേട്ടാ. കച്ചവടക്കാരനായ സ്ഥിതിക്ക് എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഉണ്ടോ കയ്യില്? വെറൈറ്റി ഐറ്റംസ് ആയിട്ടേ ഞാൻ കച്ചവടം ചെയ്യാറുള്ളൂ. എന്താ ഉള്ളത് കാണിക്കും. എന്ത് വെറൈറ്റി? വെറൈറ്റി ആയിട്ട് ഇത് കണ്ട ചെരുപ്പ്. ഇതാണോ വലിയ വെറൈറ്റി? ഇതാണ് വെറൈറ്റി. ഇത് സാധാരണ ചെരുപ്പല്ല, പിന്നെ ഒരു മനുഷ്യ ശരീരത്തുള്ള എല്ലാ അസുഖങ്ങളും മാറ്റുന്ന ചെരുപ്പാ. ഉദാഹരണത്തിന് വാദം, ഷുഗർ, BP തുടങ്ങിയ എല്ലാ അസുഖങ്ങളും ഈ ചെരുപ്പിട്ടാ മാറും. ഈ റബ്ബർ ചെരുപ്പിട്ട ഈ അസുഖങ്ങളൊക്കെ എങ്ങനെ മാറും? വാദം മാറുക? അതാ വാദം മെയിൻ ആയിട്ട് മാറും. മെയിൻ ആയിട്ട് മാറും. ഞാൻ പറഞ്ഞാ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ ദിവാകരൻ വക്കീലിനെ കൊണ്ട് പറയിക്കാം. പുള്ളി മേടിച്ച ചെരുപ്പ് ദിവാകരൻ വക്കീലിനെ അറിയാവോ? ഹൈക്കോടതിയിൽ വലിയ വക്കീലാണ്. പുള്ളിയുടെ വാദം മാറി. പിന്നെ ഞാൻ രാവിലെ ഒന്ന് പുള്ളിക്ക് ചെരുപ്പ് കൊടുത്തു. പുള്ളി ചെരുപ്പ് ഇട്ടുകൊണ്ട് നേരെ ബാത്റൂമിൽ കുളിക്കാൻ കയറിയതാ. മണ്ട അടിച്ച് താഴെ വീണ് 5 സ്റ്റിച്ച്. ഹൈക്കോടതിയിലെ 3 കേസിന്റെ വാദം മാറ്റി. അങ്ങനെ വാദം ബുദ്ധിയാ. അല്ല വേറെ എന്താ ഉള്ള ഐറ്റംസ്? വേറെ എന്താ വേണ്ടേ? അല്ല ഈ മുഖത്തെ പാടുകളൊക്കെ മാറ്റുന്ന മരുന്നുണ്ടോ? ഉല്ലാസേട്ടൻ നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. എന്താറിയോ, ഈ മുഖത്തുള്ള കുഴിയല്ലേ ഇപ്പൊ ചന്ദ്രന്റെ വെള്ളം പോലെ ഇരിക്കുകയാണ്. അപ്പൊ അത് മാറ്റുന്ന ഒരു കുഴിയൊക്കെ മാറ്റുന്ന ഒരു എന്തെങ്കിലും നേരെ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ചെല്ലാം. എന്നിട്ട് ഫോട്ടോഷോപ്പ് ചെയ്തിട്ടാണ്. ഫോട്ടോഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. അത് മാറും. അത് കറക്റ്റ് ആട്ടോ. അല്ലാതെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റൂല. ചോദിച്ചോട്ടെ, ഈ കളർ വെക്കുന്ന വെളുക്കുന്ന മരുന്നുണ്ടോ? എന്തെങ്കിലും സംഭവം വെളുക്കുന്ന പിന്നെ ഉണ്ടോ? അതെ ഉണ്ടല്ലോ. ഉണ്ട്. അത് അറിഞ്ഞിരുന്നാ മതി, കുഴപ്പമില്ല. അതുണ്ടല്ലോ. സമയം കിട്ടുമ്പോ ഒന്ന് തേച്ച് കൊടുത്താൽ നന്നായിരിക്കും. അതിനോട് പറഞ്ഞു. ശരി ശരി. അതെ ഈ വെളുക്കുന്ന കാര്യം പറഞ്ഞാൽ ഞാനൊരു ഇത് കേട്ടിട്ടുണ്ട്. ഈ രക്തചന്ദനവും മഞ്ഞളും കൂടെ നമ്മളിങ്ങനെ ഒരു രാത്രി പുരട്ടിയിട്ട് ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോഴേക്കും വെളുക്കും കേട്ടിട്ടുണ്ട്. ആണോ? വെളുക്കും. അത് പ്രകൃതി നിയമമാണ്. പിന്നെ നേരം വെളുക്കും. അത് തേച്ചില്ലേലും വെളുക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പോ എന്തായാലും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഏതാ എന്റെ ഞാൻ നന്നായിട്ട് വെളുത്തായിരിക്കും. അഹങ്കാരം. എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്. അഹങ്കാരം. വെളുത്തിരിക്കണ എല്ലാവർക്കും, സ്വന്തമായിട്ട് സൗന്ദര്യം ഉള്ളവർക്ക് ഈ അഹങ്കാരം കൂടുതൽ. ഇതിനും മരുന്നുണ്ട്. ഇതിനും മരുന്നുണ്ട്. ഈ വെളുത്തിരിക്കുന്ന സുന്ദരികളായവർക്കുള്ള മരുന്നുണ്ട്. അതെന്താണ്? എപ്പോഴെങ്കിലും സ്വന്തം ആധാർ കാർഡ് എടുത്ത് നോക്കണം, ഫോട്ടോ. ആ അഹങ്കാരം അങ്ങ് മാറും. ശരിയാ. വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ ചേട്ടാ? വേറെ ഉണ്ട്. നിങ്ങളൊക്കെ സിനിമാ താരങ്ങളല്ലേ? ഇതാണ്ടേ മൊബൈൽ ഫോൺ. മൊബൈലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ മൊബൈൽ ഉണ്ട്. ഇപ്പൊ മൊബൈലിന്റെ ആവശ്യമില്ല. അയ്യോ, ഇതൊരു സാധാരണ മൊബൈൽ അല്ല. നിങ്ങൾ വിചാരിക്കുന്ന സംഭവം അല്ലേ ഇത്. പിന്നെന്താണ്? ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻ എന്തൊക്കെയാണ്? ഏതാ? എന്തൊക്കെ ഫങ്ഷൻ? എക്സ്റ്റൻഡർ ഉണ്ടോ? എക്സ്റ്റൻഡർ. അതില്ലാത്ത ഏത് ഫോണുള്ള? അതില്ലാത്ത ഏത് ഫോണുള്ള? ഞങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ടത്. ബ്ലൂടൂത്ത്. അത് ഗാനമേളക്ക്. അത് പറയണ എന്തോ പ്ലേ സ്റ്റോർ. എന്റെ ചേട്ടാ, പുതിയ കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുക. വേൾഡ് ഫെയിലിയർ ആണോ നിങ്ങൾ? ലോക തോൽവി. ഈ ഫോൺ ലോകത്ത് എവിടെയും കിട്ടില്ല. ഈ ഫോൺ അതെന്താണ്? ഇതെന്റെ ഇരിക്കുന്നല്ലേ, അതെങ്ങനെ അവിടെ പോയി എവിടെ നിന്ന് കിട്ടാനാണ്? എന്റെ ചേട്ടാ, ഞങ്ങൾക്ക് ഇപ്പൊ ഫോണൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഐഫോൺ. നമ്മുടെ കയ്യില് ഐഫോൺസ് ഒക്കെ. ഐഫോൺ. ഇതും മൈ ഫോൺ. അതറിയാം, മൈ ഫോണാന്നറിയാം.
ഇതിനല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അങ്ങനെ ചോദിക്കും. വലിയ ഫോണും വെച്ച് ചാട കാണിക്കില്ല. നിങ്ങൾക്ക് സിനിമാരങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. എന്താണ്? അയൺ ബോക്സ് ആയിട്ട് ഉപയോഗിക്കാം. അയൺ ബോക്സോ? ഇപ്പോൾ നടക്കണ അതാണ് ചൈനക്കാരുടെ ബുദ്ധി. അതെങ്ങനെയാ? അതെ, നിങ്ങളിപ്പോ ഈ ലൊക്കേഷനിലൊക്കെ പോകുമല്ലോ, അഭിനയത്തിനായിട്ട് ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോ ഒരു പക്ഷെ നിങ്ങളുടെ കൂടെ കോസ്റ്റ്യൂമർ ഉണ്ടാവൂല, നിങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാവും, ഷർട്ടൊക്കെ ചുളുങ്ങിയിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഈ മൊബൈലിൽ ഒരു 10 മിനിറ്റ് ഗെയിം കളിച്ചാൽ മതി. പഴുത്ത് നിങ്ങൾ കയ്യിലെടുത്ത് എറിയും സാധനം. ആ സമയത്ത് ഷർട്ട് തേക്കുകയോ വെള്ളം തിളപ്പിക്കുകയോ എന്ത് വേണേലും ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഫോണിന്. അങ്ങനെയുണ്ട്. അപ്പൊ ഇതും വേണ്ട അല്ലേ? അതും വേണ്ട. അതിപ്പോ നമ്മുടെ കയ്യിലുണ്ടല്ലോ. വേറെ ഞങ്ങൾക്ക് കത്തി തീരാനല്ല ആഗ്രഹം, അതുകൊണ്ട് ആ ഫോൺ വേണ്ട. വേറെ പിന്നെ സാരി നല്ല കളറല്ലേ? എനിക്ക് ചേരുവായിരിക്കും ഈ സാരി. സാരി എന്ന് പറഞ്ഞാൽ പിന്നെ സ്ത്രീകള് പ്രസാദം കണ്ട കൊള്ളാം കൊള്ളാം. സാരി കുഴപ്പമില്ല കേട്ടോ. എത്ര രൂപ ചേട്ടാ ഇതിന്? വേറെ ചീള് റേറ്റേ ഉള്ളൂ, 1000 രൂപ ഉള്ളൂ. 1000 രൂപ എനിക്കൊന്നും വേണ്ട. ഇത് 500 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടും. 500 രൂപയ്ക്ക് മാർക്കറ്റ് കിട്ടും. അത് പറയാലോ, 500 രൂപയ്ക്ക് മാർക്കറ്റ് കിട്ടും. അല്ല, ഞാൻ പെട്ടെന്ന് ഒരു ആവേശത്തിന് 500 എന്ന് പറഞ്ഞ ഒന്നും കൂടി ഇങ്ങനെ അടുത്ത് നോക്കിയപ്പോഴേ ഇത് 500-നുള്ളൊന്നും ഇല്ല ചേട്ടാ, കുറച്ചും കൂടെ താക്ക്. അല്ല, അങ്ങനെ സാരി താക്കാനല്ല, ഇതിന്റെ വില താക്ക്. 250. വലിയ കമ്പനിക്ക് നഷ്ടം 250 രൂപ. കുറച്ചും കൂടെ താക്ക് ചേട്ടാ. ഒരു കച്ചവടം ആവുമ്പോ അങ്ങനെയല്ല ചേട്ടാ. 100 രൂപയില്ലേ പറ്റൂല, അതുകൊണ്ടാണ്. 100 രൂപയെങ്കിലും നമുക്ക് വേണം. 100 രൂപയ്ക്ക് ഇല്ല ചേട്ടാ. ഇത് ഒന്നും എടുത്ത് കഴിയുമ്പോഴേക്കും പിഞ്ചി പോകും. പിന്നെ ആണെങ്കിൽ ഒരു ഷോയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഷോയിലൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ 100 രൂപ കൊടുത്ത് മേടിക്കുന്നത് നഷ്ടമാണ് ചേട്ടാ. കുറച്ചുകൂടെ കുറയ്ക്കും. കച്ചവടം നടക്കട്ടെ. 50. പിടി, ഫ്രീ ആയിട്ട് വെച്ചോ. രാവിലെ ഒരു കച്ചവടം നടന്നു. താങ്ക്സ് ചേട്ടാ. മനുഷ്യനും കൊള്ളാല്ലേ? കാരം ആയിരിക്കണം എപ്പോഴും. കണ്ടോ, രാവിലെ നല്ലൊരു കച്ചവടം നടന്നില്ലേ? കച്ചവടം നടന്നില്ലേ? അതെ ചേട്ടാ, കണ്ട, ഇതാണ് പെണ്ണുങ്ങൾ. മനസ്താപം കണ്ട, കാരുണ്യം. പറയൂട്ടി, ഇതുപോലത്തെ ഇനി എടുക്കാനുണ്ടോ? ആവശ്യമില്ല.